നമ്മുടെ ദേഹിയുടെ അവയവങ്ങളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ആത്മാവിൻ്റെ അവയവങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇന്ന് ദേഹിയുടെ അവയവങ്ങളെക്കുറിച്ച് ശ്രദ്ധയോടെ കേൾക്കണം. ഇതിൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചപ്പോഴേ ഇംഗ്ലീഷിൽ കുറേ വാക്കുകൾ യൂസ് ചെയ്തു എന്ന് പറഞ്ഞു. ചില വാക്കുകൾ അങ്ങനെ എനിക്ക് പറയാനായിട്ട് പറ്റുന്നുള്ളൂ. ദയവായിട്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ചില വാക്കുകളൊക്കെ ഇംഗ്ലീഷിലാണ് വരുന്നത്, അങ്ങനെ പഠിച്ചു വച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ദേഹിയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ദേഹിയെക്കുറിച്ച് ഒരു എപ്പിസോഡ് തീരത്തില്ല. ഇത് ഒരുപാട് കാര്യങ്ങളുള്ളതുകൊണ്ട് ദേഹിയെക്കുറിച്ച് 1-2 എപ്പിസോഡ് പറയേണ്ടി വരും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഡയറക്ഷൻ തരുന്നത് ആത്മാവല്ല, ദേഹിയാണ്. സോ ഐ നീഡ് ഡയറക്ഷൻ മീൻസ് യുവർ മൈൻഡ് നീഡ്സ്. ആത്മാവ് സ്ഥിരമാണ്, പെർഫെക്റ്റ് ആണെന്ന് കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചു. ദൈവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഡയറക്ഷൻ തരുന്ന ആത്മാവല്ല, നമ്മുടെ മൈൻഡാണ് നമ്മളോട് ചെയ്യാനും ചെയ്യാതിരിക്കാനും എല്ലാം പറയുന്നത്. ഇതിനകത്ത് 3 ഡയമെൻഷൻ ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ പറയുമ്പോഴേ ഈ ദേഹിക്ക് മൈൻഡ്, വിൽ ആൻഡ് ഇമോഷൻസ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് പഠിക്കും. ഈ ഓർഗൻസ് പഠിക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഈ ദേഹി എന്ന് പറയുന്നത് ഇസ് എ ബ്രിഡ്ജ്. അത് ബ്രിഡ്ജാണ്. ആത്മാവും ശരീരവും തമ്മിൽ ഉള്ളൊരു ബ്രിഡ്ജാണ്. അതുകൊണ്ട് ഈ ദേഹിയാണ് നമ്മുടെ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത്. ആത്മാവിനെ അനുസരിക്കണോ ശരീരത്തെ അനുസരിക്കണോ എന്നൊക്കെ പറയുന്നത് ഈ ദേഹിയാണ്. നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ കണ്ടൻറ്റ് എന്ന് വെച്ചാൽ ആത്മീയ കണ്ടൻറ്റ് നമ്മുടെ ഉള്ളിൽ വന്നിട്ട് ഒരു ഡിസിഷൻ എടുക്കുന്നത് ഈ സോളാണ്. അത് വേറൊരു പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലൊരു ബ്രേക്കിംഗ് അല്ലെങ്കിൽ ഒരു അനുതാപം എല്ലാം കൊണ്ടുവരാനുള്ള തീരുമാനം എടുക്കുന്നതെല്ലാം ഈ ദേഹിയാണ്. അതുപോലെ നമ്മളെ തന്നെ ത്യജിക്കുക, നമ്മുടെ സ്വയത്തെ ത്യജിക്കുക, ലോകം വേണ്ട എന്ന് പറയുക അതെല്ലാം തീരുമാനിക്കുന്നത് ഈ സോളാണ്. ഈ സോളാണ് പറയുന്നത്. ആത്മാവ് പഠിപ്പിക്കുന്നു ഈ ലോകവുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എനിമിറ്റിയാണ് എന്ന് പഠിപ്പിക്കുമ്പോഴേ അത് നമ്മളോട് പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കി തരുന്നത് ഈ സോളാണ്. വീണ്ടും ജന്മം വരുന്നതിന് മുമ്പ് ദേഹി ജഡത്തെ അനുസരിച്ചാണ് നടന്നത്. എന്നാൽ വിശ്വാസം വന്നപ്പോൾ സ്പിരിറ്റ് പറയുന്ന കാര്യം ഈ ദേഹിയാണ് നമ്മുടെ ശരീരത്തെ പഠിപ്പിക്കുന്നത്. വിശ്വാസം വരുമ്പോൾ സ്പിരിറ്റ് പറയുന്ന കാര്യം ഈ ദേഹി ചെയ്യേണ്ടതാണ്. ആ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് അത് നമ്മൾ ശരീരത്തെ പഠിപ്പിക്കണം. അത് നമുക്ക് ദേഹിയെ പുഷ്ടിപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ ദേഹിയെ ബലപ്പെടുത്താനായിട്ടാണ് ദൈവവചനം തന്നിരിക്കുന്നത്, നമ്മുടെ ആത്മാവിലുള്ള പരിശുദ്ധാത്മാവ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നാണ് ഈ ദേഹിയെ രൂപപ്പെടുത്തേണ്ടത്. റോമർ 12:2 പറയുന്നത് ലോകത്തോട് അനുരൂപപ്പെടരുത്, നോട്ട് കൺഫേം ടു ദ വേൾഡ്, പിന്നെ ട്രാൻസ്ഫോംഡ്, രൂപാന്തരപ്പെടണം, പുതുക്കം പ്രാപിക്കണം എന്ന് പറയാനുള്ള കാര്യമാണ്. ദേഹിയാണ് പുതുക്കം പ്രാപിക്കുന്നത്. ഈ 1 തെസ്സലോനിക്കർ 5:23 റഫറൻസ് ഉണ്ട്. അവിടെയാണ് എഴുതിയിരിക്കുന്നത് ആത്മാവും സോളും കൂടെ ചേരുന്നതാണ് അകത്തെ മനുഷ്യൻ എന്ന് പറയുന്നത്. ആത്മാവും സോളും കൂടെ ചേരുന്നത്. അന്നേരം അതിനകത്ത് ശരീരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഓൾ 3 കമ്പോണൻസ്. ഈ ആത്മാവും നമ്മുടെ ദേഹിയും നമ്മുടെ ശരീരവും, പ്രധാനപ്പെട്ട ഈ 3 കമ്പോണൻറ്റും നമ്മൾ സൂക്ഷ്മതയോട് വിശുദ്ധിയോടുകൂടി കാക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അത് എത്രയും നമ്മൾ ഈ സോളിനെ ടേക്ക് കെയർ ചെയ്യുന്നു അതനുസരിച്ചാണ് സ്പിരിറ്റിനെ
ബോഡിയിലേക്ക് നമ്മൾ സ്പിരിറ്റ് കണ്ടൻറ്റ് ഇമ്പാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, വേറൊരു രീതി പറഞ്ഞാൽ, നമ്മളെ ആത്മാവ് നിയന്ത്രിക്കുന്ന ജീവിതം നടത്തണമെങ്കിൽ, ആത്മാവ് നിയന്ത്രിക്കപ്പെട്ട ജീവിതം എന്ന് വെച്ചാൽ നമ്മുടെ ആക്ഷനിൽ കൂടി ആത്മാവിൻ്റെ പ്രവർത്തനം കാണണമെങ്കിൽ ഈ സോളിൻ്റെ രൂപാന്തരം എപ്പോഴും നടക്കണം. ചില സോള് ദേഹി ആത്മാവുമായിട്ട് ചേർന്നിരുന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ് ശരീരത്തിൽ കൂടി പുറത്തു വരേണ്ടത്. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെടുന്നതും വീണ്ടും ജന്മവും ഒക്കെ ഏറ്റവും പ്രാധാന്യമായിരിക്കുന്നത്. ആത്മാവിൽ നിന്ന് തിന്മ വരുമ്പോഴേ രക്ഷിക്കപ്പെടാത്തൊരു മനുഷ്യൻ്റെ കാര്യമാണ് പറയുന്നത്. അവർക്ക് അതിനെക്കുറിച്ച് ഒരു ചിന്തയില്ല. പിന്നെ ദേഹി എങ്ങനെ പോയാലും ഒരു കുഴപ്പമില്ല, അതിൽക്ക് വേറൊരു ഫീലിങ്ങും ഇല്ല. എന്നാൽ ദൈവത്തിൻ്റെ കണ്ടൻറ്റ് അവിടെയുണ്ട്. മനുഷ്യനെ ജീവശ്വാസം ഊതിയപ്പം തന്നെ അവനിൽ വന്നിരിക്കുന്ന ആത്മാവിൻ്റെ ഒരു കണ്ടൻറ്റുണ്ട്. ആ കണ്ടൻറ്റാണ് ഇവന് എപ്പോഴും ഗിൽറ്റ് കൊടുക്കുന്നതും അയ്യോ നീ നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ പറയുന്നതൊക്കെ ചെയ്യുന്ന അതാണ്. അതുകൊണ്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മളിതെല്ലാം സേക്രഡായിട്ട് വിശുദ്ധിയോടുകൂടി സൂക്ഷിക്കണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ മൈൻഡിനെ കുറിച്ച്, ദേഹിയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴേ നമ്മൾ നേരത്തെ പറഞ്ഞു ദർ ഈസ് മൈൻഡ്, വിൽ ആൻഡ് ഇമോഷൻ. ഈ 3 ഘടകങ്ങളാണ് പ്രധാനമായിട്ട് ഇതിനകത്തുള്ളത്. അതിനകത്ത് ആദ്യം നമ്മൾ പറയുന്നത് ഈ മൈൻഡിനകത്ത് ഒരു കോൺഷ്യസ് മൈൻഡുണ്ട്. കോൺഷ്യസ് മൈൻഡ് എന്ന് വെച്ചാൽ നമ്മുടെ തോട്ടുകൾ, അവെയർനെസ്, ആക്ഷൻസ് എല്ലാം ഈ കോൺഷ്യസ് മൈൻഡിൽ കൂടെയാണ് നടക്കുന്നത്. എബ്രായർ 4:12 ഈ ആത്മാവിനെയും ദേഹിയെയും സെപ്പറേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നുണ്ട്. ആത്മാവിനെയും ദേഹിയെയും സെപ്പറേറ്റ് ചെയ്യാൻ കഴിയും. നേരത്തെ അത് പറഞ്ഞു, ആത്മാവിൻ്റെ ഓർഗൻസിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ ദേഹിയുടെ ഓർഗൻസ് ഉണ്ട്. അതിൽ ഈ ദേഹിയിൽ നമ്മൾ സ്ട്രോങ് ഹോൾഡ് ബിൽഡ് ചെയ്യണം. ഈ സ്ട്രോങ് ഹോൾഡ് നമ്മുടെ ദേഹിയിലും ബിൽഡ് ചെയ്യണം. കോൺഷ്യസ് മൈൻഡിൽ ഈ സ്ട്രോങ് ഹോൾഡ് ബിൽഡ് ചെയ്യണം. കോൺഷ്യസ് മൈൻഡിൽ ഈ സാത്താൻ്റെ അറ്റാക്ക് ഈ കോൺഷ്യസ് മൈൻഡിലും സബ് കോൺഷ്യസ് മൈൻഡിലും ഒക്കെ വരും. എന്നാൽ ഏറ്റവും പ്രധാനമായിട്ട് സാത്താൻ്റെ അറ്റാക്ക് വരുന്നത് കോൺഷ്യസ് മൈൻഡിലാണ്. ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, തിങ്സ് വി ആർ പ്രാക്ടീസിങ് കോൺസ്റ്റൻ്റ്ലി വിൽ ഗോ ടു ദ സബ് കോൺഷ്യസ് മൈൻഡ്. നമ്മൾ സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, പ്രോണോഗ്രഫി വാച്ച് ചെയ്യുന്ന ഒരാൾ ആ ഇമേജ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ, ഇത് റെഗുലറായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് സബ് കോൺഷ്യസ് മൈൻഡിൽ പോകും. അതനുസരിച്ച് പിന്നെ ആ സബ് കോൺഷ്യസ് മൈൻഡ് വർക്ക് ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ അതുപോലെ നമ്മളിപ്പം ചെറുപ്പം മുതലേ ചില സ്ലാങ് ലാംഗ്വേജ് പറഞ്ഞു തരികയാണെങ്കിൽ ആ സബ് കോൺഷ്യസ് മൈൻഡിൽ പോകും. അപ്പോൾ എന്തെങ്കിലും നെഗറ്റീവ് വരുമ്പോൾ ചില ആളുകളുണ്ട് ജീവിതത്തിൽ നെഗറ്റീവ് വരുമ്പോൾ, നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് എന്തെങ്കിലും വരുമ്പം പെട്ടെന്ന് ഈ തെറി വിളിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ക്ഷിപ്രമായിട്ട് ചെയ്യും. അറിയാതെ സബ് കോൺഷ്യസ് മൈൻഡിൽ പോകും. അറിയാതെ ഒന്ന് കാലെങ്ങാനും തട്ടി മുറിയോ അല്ലെങ്കിൽ കൈയെങ്ങാനും മുറി ചെയ്യുമ്പോൾ അറിയാതെ തന്നെ നാവിൽ നിന്ന് ആ തെറി വരും. അത് സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് വരുന്നത്, അവനെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, അറിയാതെ വരുന്നതാണ്. അതുകൊണ്ട് വാട്ട് ഈസ് പ്രോസസ്ഡ് ഇൻ ദ കോൺഷ്യസ് മൈൻഡ് വിൽ ഗോ ടു സബ് കോൺഷ്യസ് മൈൻഡ്. അതനുസരിച്ചായിരിക്കും നിങ്ങൾ റിയാക്ട് ചെയ്യുന്നത്. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടല്ലേ? നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിൽ പറയുന്ന അനുസരിച്ച് പലപ്പോഴും നമ്മൾ റിയാക്ട് ചെയ്യും. ഒരു ഉദാഹരണം പറഞ്ഞാൽ അൺഫോർഗീവ്നെസ് കൊലപാതകത്തിന് ഇക്വലായിട്ടാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. എന്നാൽ നമ്മൾ ക്ഷമിക്കാൻ പറ്റാതെ ഇരിക്കുന്ന എന്ന് വെച്ചാൽ ഉള്ളിൽ കയ്പ് നിറഞ്ഞ് ഹേറ്റ്രഡായിട്ടിരിക്കുന്ന, അത് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ചെല്ലും. അറിയുന്ന ഒരാളിനെ നമ്മളങ്ങ് വെറുക്കുക. ഇപ്പോൾ ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഭാര്യ ഭർത്താവിനെ വെറുക്കുന്നു, ഭർത്താവ് ഭാര്യയെ വെറുക്കുന്നു. ചില ആക്ഷൻസ് കൊണ്ടോ അവരുടെ പ്രകൃതം കൊണ്ടോ റിറ്റാലിയേറ്റ് ചെയ്യുന്നതുകൊണ്ടോ അങ്ങനെ വരുന്നുണ്ട്. ഒത്തിരി പേര് വരുന്നുണ്ട്. ഭയങ്കര കയ്പ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഭർത്താവ് വഴിവിട്ട ജീവിതം പോയിട്ട് ഭാര്യയ്ക്ക് അയാളെ കാണുന്നത് തന്നെ വെറുപ്പാണ്. അങ്ങനെ വെറുപ്പ് അങ്ങ് ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുക. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഭർത്താവ്, ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ഭർത്താവ് എന്നെ കളഞ്ഞിട്ട് വേറൊരു സ്ത്രീയുടെ കൂടെ പോയി എന്ന് പറഞ്ഞിട്ട് അവരുടെ ഉള്ളിൽ ഒരു വലിയൊരു ഹേറ്റ്രഡ് റിലേറ്റ് ചെയ്യണം. ഈ ഹേറ്റ്രഡ് ഈ കോൺഷ്യസ് മൈൻഡിൽ നിന്ന് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകും.
പിന്നെ അവിടെ നിന്ന് പറിച്ചു കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് അത് റിയാക്ഷൻസ് ആയിട്ട് പുറത്തു വരുന്നു. ആദ്യം ഇതെവിടെയാണ് വരുന്നത്? ഇറ്റ് ഈസ് വാച്ച്ഡ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഇൻ ദ കോൺഷ്യസ് മൈൻഡ്, ഇറ്റ് വിൽ ഗോ ടു സബ് കോൺഷ്യസ് മൈൻഡ് ആൻഡ് റിയാക്ഷൻസ് ആയിട്ട് പുറത്തു വരുന്നു. ഇതുപോലെയാണ് ദൈവവചനം ധ്യാനിക്കുമ്പോഴും. ദൈവവചനം ഇതുപോലെ ധ്യാനിക്കുമ്പോഴും ഈ ദൈവവചനം അതുപോലെ സബ് കോൺഷ്യസ് മൈൻഡിൽ പോകും. സബ് കോൺഷ്യസ് മൈൻഡിൽ പോയി അത് റൂട്ട് ചെയ്തതിന് ശേഷം അത് നമ്മുടെ ഉള്ളിൽ നിന്ന് റിയാക്ഷനായിട്ട് പുറത്തേക്ക് വരുന്നു. അതുകൊണ്ട് ദൈവവചനം ധ്യാനിക്കുമ്പോഴും ഇതുപോലെയാണ്. മൂന്നാമത് അൺകോൺഷ്യസ് മൈൻഡ്, അങ്ങനെ ഒന്നുമുണ്ട്. ഈ അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ റൂട്ട്സ് ഓഫ് ആൾ ഈവിൾ ഐഡിയോളജീസ്, ഈ ഫോബിയ, കൾച്ചറൽ പ്രാക്ടീസസ്, സോൾ ടൈസ്, ഇതെല്ലാം ഈ അൺകോൺഷ്യസ് മൈൻഡിലാണുള്ളത്. അതുപോലെ തന്നെ മ്യൂസിക്, നമ്മൾ പാട്ടുകളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, പാട്ടിൻ്റെയൊക്കെ ഈണങ്ങളും അതിൻ്റെ ഈരടികളും ഒക്കെ അൺകോൺഷ്യസിൽ മൈൻഡിൽ പോവും, അറിയാതെ പോവും. ഗെയിംസ്, അതുപോലെ ഈ അൺകോൺഷ്യസ് മൈൻഡിൽ പോകുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ചില ഐഡൽസിനെയൊക്കെ ആരാധിക്കും. പീപ്പിൾ, സിനിമാ നടന്മാർ, അങ്ങനെയൊക്കെ പറയുന്ന ചില ആൾക്കാരുണ്ടല്ലോ. അത് ഈ അൺകോൺഷ്യസ് മൈൻഡിൽ റൂട്ട് ചെയ്യുമ്പോൾ, അത് റൂട്ടായി കഴിയുമ്പം ഇപ്പം ചില ആളുകൾക്കുണ്ട്, ചില ആളുകളിപ്പം ക്രിക്കറ്റ് താരങ്ങൾ നടക്കുന്നു അതുപോലെ ഒക്കെ നടക്കുകയും ഒക്കെ ചെയ്യുന്ന പിള്ളേരെ നമുക്ക് കണ്ടിട്ടുണ്ടാകും. ക്രിക്കറ്റുകാർ ഇങ്ങനെ എപ്പോഴും ചില ആളിങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കും, ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ എറിയും, ഇങ്ങനെയൊക്കെ കാണും. അതിങ്ങനെ അൺകോൺഷ്യസ് മൈൻഡിൽ അതങ്ങ് റൂട്ടാവുമ്പോൾ അതൊരു വിഗ്രഹമായി മാറും. ദാറ്റ് ഈസ് ദയർ. അത് നമ്മൾ പ്രത്യേകം ഓർക്കുക. അത് മൂന്നാമത്തെ അൺകോൺഷ്യസ് മൈൻഡ്. നാലാമത് വില്ലാണ്. വിൽ ഈസ് ദ പവർ ഓഫ് കൺട്രോൾ ഓവർ വൺസ് ഓൺ ആക്ഷൻ ആൻഡ് ഇമോഷൻ. നമ്മുടെ ആക്ഷനെ ഇമോഷനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതിൻ്റെ പവറിനാണ് വില്ലെന്ന് പറയുന്നത്. വിൽ പവർ ഉണ്ടോ എന്നൊക്കെ ചോദിക്കത്തില്ലേ, നമ്മൾ കേട്ടിട്ടില്ലേ? അതിന് ഇവിടെ എല്ലാം തന്നെ നമ്മൾ സ്ട്രോങ് ഹോൾഡ് ബിൽഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. വില്ലിൽ സ്ട്രോങ് ഹോൾഡ് ബിൽഡ് ചെയ്യണം. അതുപോലെ അടുത്ത ഒരു ഓർഗനാണ് ഇമോഷൻ എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മൾ പറയുന്ന ഓർഗൻസാണ് കേട്ടോ. അഞ്ചാമത്തെ ഓർഗനാണ് ഇമോഷൻ എന്ന് പറയുന്നത്. ഈ ഇമോഷൻ എന്ന് പറയുന്നതിനകത്ത് എന്താ, സാഡുണ്ട്, വികാരങ്ങൾ എന്ന് പറയാം. ആങ്കർ, സാഡ്, ഫിയർ, ഫ്രസ്ട്രേഷന്, സന്തോഷം, സർപ്രൈസ്, ജോയ്, എല്ലാം ഈ വികാരങ്ങളാണ്. ഇത് കൺട്രോൾ യുവർ ഇമോഷൻ, അതൊരു വേറൊരു ക്ലാസ് തന്നെ എടുക്കാം. ഹൗ ടു കൺട്രോൾ യുവർ ഇമോഷൻസ്, അതൊരു ക്ലാസ് തന്നെ ബൈബിളിൽ നിന്ന് ഉള്ള റെഫറൻസ് വെച്ച് ഞാൻ എടുക്കാം. അതൊരു ഓർഗനാണ്. അവിടെയും നമ്മൾ സ്ട്രോങ് ഹോൾഡ് ബിൽഡ് ചെയ്യണം. പെട്ടെന്ന് കയറി ആങ്കർ വരുന്ന, പെട്ടെന്ന് ദുഃഖം വരിക, പേടി വരിക, നിരാശ വരിക, ഇതെല്ലാം തന്നെ കൺട്രോൾ ചെയ്യേണ്ട ഒന്നാണ്. അവിടെയും നമ്മൾ സ്ട്രോങ് ഹോൾഡ് ബിൽഡ് ചെയ്യണം. അടുത്ത ആറാമത്താണ് പേഴ്സണാലിറ്റി ആൻഡ് ക്യാരക്ടർ. ഈ പേഴ്സണാലിറ്റി, ക്യാരക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ വിശ്വസ്തത, നമ്മുടെ ഡിപ്പെൻഡബിലിറ്റി, നമ്മുടെ ദയ, നമ്മുടെ മൈൻഡിലുള്ള ടഫ്നെസ്, ടെൻഡർനെസ്, ഇതെല്ലാം നമ്മുടെ പേഴ്സണാലിറ്റി വരുന്നതാണ്. ഇമോഷണലി സ്റ്റേബിൾ ആവുക, അതുപോലെ ചിലർ അഡ്വഞ്ചറസ് മൈൻഡ് ആവുക, ചില ആളുടെ വിശ്വസിക്കാൻ പറ്റുന്നതാണ്, ഹോണസ്റ്റായിട്ടുള്ളത്. ഇങ്ങനെയൊക്കെയുള്ള പേഴ്സണാലിറ്റീസിനകത്തുള്ള ട്രെയ്റ്റ്സ് ഉണ്ട്. അത് ക്യാരക്ടർ ഫോർമേഷന് വേണ്ടി നമ്മളെ സഹായിക്കും. ഇവിടെയൊക്കെ ദൈവത്തിൻ്റെ ക്യാരക്ടർ നമ്മൾ വരണമെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ സ്ട്രോങ് ഹോൾഡ് ബിൽഡ് ചെയ്താൽ പരിശുദ്ധാത്മാവിൻ്റെ ക്യാരക്ടർ എന്ന് വെച്ചാൽ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് നമ്മുടെ ജീവിതത്തിൽ വരും. ഈ ഏരിയയിലൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിൽ സ്ട്രോങ് ഹോൾഡ് ബിൽഡ് ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ്. പെട്ടെന്ന് ഓടിച്ചു പോട്ടെ, ഇതിൻ്റെ ആ ഓർഗൻസ് എങ്കിലും ഒന്ന് പറഞ്ഞു തീർക്കണം, കാരണം സമയം തീരാറായതുകൊണ്ട് ആ ഓർഗൻസ് എങ്കിലും ഒന്ന് പറഞ്ഞു തീർക്കണം. ഏഴാമത്തെ ഒരു ഓർഗനാണ് ഇമാജിനേഷൻ എന്ന് പറയുന്നത്. ഈ ഇമാജിനേഷൻ എന്ന് പറയുന്ന ആളുകൾ ഇങ്ങനെ ഇരുന്ന് പലപ്പോഴും ഈ ഡ്രീംസൊക്കെ കാണാറുണ്ട്, ഡേ ഡ്രീംസ് അല്ലേ. അത് ശരിക്കും പറഞ്ഞാൽ ഫോർമേഷൻ ഓഫ് അച്ചീവബിൾ ഐഡിയാസാണ്. ആത്മീയ തലങ്ങളിലേക്ക് നമ്മളെ ഷിഫ്റ്റ് ചെയ്യുന്ന ഒന്നാണ് ഇമാജിനേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇമാജിനേഷനിൽ കൂടി ആത്മീയ തലങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അതിനാണ് ഇമാജിനേഷൻ ഉള്ളത്, വേണ്ടത്. അത് പോസിറ്റീവ് നെഗറ്റീവ് ഇമാജിനേഷൻസ് ഉണ്ട് അല്ലേ. നെഗറ്റീവ് ഈവിൾ കിങ്ഡത്തിൽ നിന്ന് വരുന്ന ഇമാജിനേഷൻസാണ് പോസിറ്റീവ്. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഇപ്പം ക്രിസ്ത്യൻ വർക്കേഴ്സുമായിട്ട് ബന്ധപ്പെട്ടൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നമ്മളോട് പറയുകയാണ് എവറിത്തിങ് വിൽ വർക്ക് എന്ന് വെച്ചാൽ, ഞാനൊരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു ക്രുസൈഡ് അല്ലെങ്കിൽ ഒരു ശുശ്രൂഷ നടത്താനായിട്ട് ആഗ്രഹിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഞാൻ അത് ഇങ്ങനെ ചിന്തിക്കുന്നു, ഒരു 100 പേരെങ്കിലും ആ മീറ്റിങ്ങിൽ വരണം എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ഇമാജിൻ ചെയ്യാണ്. ഇമാജിൻ ചെയ്ത് അങ്ങോട്ട് പ്രാർത്ഥിക്കുമ്പോഴേ അതൊരു പോസിറ്റീവ് തോട്ട് അവിടെ ഡെവലപ്പ് ചെയ്യുകയും ഞാൻ ആ സ്പിരിച്വൽ തലത്തിൽ പോയി അങ്ങോട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴേ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്രീച്ചേഴ്സ്, ദാറ്റ് മീൻസ്
ദൂതന്മാർ ആക്ടിവേറ്റ് ചെയ്യുകയും ആളുകളുടെ മനസ്സിൽ 100 പേരെ അവിടെ കൊണ്ടുവരാനായിട്ട് ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്നൊരു കാര്യം. ഇങ്ങനെയാണ് ഇതൊക്കെ വർക്കൗട്ട് ചെയ്യുന്നത്. ഇങ്ങനത് ക്ലിയറായിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. അത് നമ്മുടെ മനസ്സാണ് ഈ അച്ചീവബിൾ ഐഡിയാസ് ഇമാജിൻ ചെയ്യുന്നത്. അവിടെ നമ്മൾ പല കാര്യങ്ങളും ഇമാജിൻ ചെയ്യണം. ഈ ദിവാസ്വപ്നങ്ങൾ കണ്ടിട്ട് വലിയ വീട് വെക്കുന്നതും വലിയ കാറ് വാങ്ങുന്നതും അല്ല ഇമാജിൻ ചെയ്യേണ്ടത്. അതൊക്കെ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. യൂദായുടെ ഇമാജിനേഷൻ നമുക്കറിയാമായിരുന്നില്ല എന്താണെന്ന്, അല്ലേ? ഒരു ഈവിൾ ഇമാജിനേഷനായിരുന്നു. അവന് കാശ് വേണമായിരുന്നു. 30 വെള്ളിക്കാശ് അവൻ ഇമാജിൻ ചെയ്തു. അതിൽ 30 വെള്ളിക്കാശ് കിട്ടാൻ അവന് ഏറ്റവും പറ്റിയ ഏറ്റവും കാര്യം അവൻ്റെ റബ്ബിയെ, അവൻ്റെ ഗുരുവിനെ ഒറ്റിക്കൊടുക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെയും ഇമാജിനേഷൻസ് ഉണ്ടാവും, ഈവിൾ ഇമാജിനേഷൻസ്. അന്നേരം അത് നമ്മുടെ കാര്യങ്ങൾ മീറ്റ് ചെയ്യാനായിട്ട് നെഗറ്റീവായിട്ടുള്ള ഇമാജിനേഷൻസും വന്നു കയറും. അതുകൊണ്ട് ഇമാജിനേഷൻസിൽ നമ്മൾ ബിൽഡ് ചെയ്യണം, സ്ട്രോങ് ഹോൾഡ് ബിൽഡ് ചെയ്യണം. അടുത്ത ഫാൻറ്റസീസ് എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ തിങ്സ് വിച്ച് ക്യാൻ നെവർ കം. ഒരിക്കലും വരാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ഇമാജിൻ ചെയ്യുക, അത് ഇല്യൂഷൻസ് എന്നൊക്കെ പറയും. 9ാമത് തോട്ട്, നമ്മുടെ ചിന്തകൾ ഏറ്റവും പ്രധാനപ്പെട്ട നേരത്തെ പറഞ്ഞ ഇമാജിനേഷൻസും ചിന്തകളും ചേർന്ന് വരുന്നതാണ്. ഇമാജിനേഷൻ നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ വരും എന്ന് പറയുന്നത്, ചിന്ത അങ്ങനെയല്ല, കൺസ്ട്രക്റ്റീവായിട്ട് അതിന് ശേഷം വരുന്നതാണ്. ഇമാജിൻ ചെയ്തിട്ടാണ് ചിന്തകളിലേക്ക് വരുന്നത്. അതുകൊണ്ട് അവിടെയും നമ്മൾ സ്ട്രോങ് ഹോൾഡ് ബിൽഡ് ചെയ്യണം. നമ്മുടെ തോട്ടുകൾ ഡൈവേർട്ട് ചെയ്ത് നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ പൈശാചിക മണ്ഡലങ്ങളിലേക്ക് തോട്ട് പോകാനായിട്ട് ഇടവരരുത്. ഓക്കെ. 10ാമത്തെ ഓർഗനാണ് മെമ്മറി, നമ്മുടെ ഓർമ്മ എന്ന് പറയുന്നത്. അവിടെ എപ്പോഴും ആത്മാവിൽ നമ്മൾ ദർശനങ്ങൾ കാണാറുണ്ട്, അല്ലേ? എന്നാൽ ഈ സോളിൽ ആത്മാവിൽ ഒരു ദർശനം കണ്ടാൽ ഈ ദേഹിക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ അവിടെ സ്ട്രോങ് ഹോൾഡ് വീക്ക് ആയതുകൊണ്ടാണ് ആത്മാവിൽ കണ്ട ദർശനം സോളിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കാത്തത്. അതുകൊണ്ട് നമ്മുടെ ആത്മാവിൽ കണ്ട ദർശനം സോളിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം എങ്കിൽ ദൈവികമായിട്ടുള്ളൊരു സ്ട്രോങ് ഹോൾഡ് അവിടെ ബിൽഡ് ചെയ്യണം. ദൈവികമായിട്ടുള്ള സ്ട്രോങ് ഹോൾഡ് മനസ്സിൽ ബിൽഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? നേരത്തെ ഞാൻ പറഞ്ഞാണ്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. മനസ്സിലോട്ട് എന്തൊക്കെയാണ് ഫീഡ് ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ചിന്തകളും അങ്ങോട്ടേക്ക് പോകണം. ഒരിക്കലും ഒരു കോംപ്രമൈസ് ഇല്ല എന്ന് മനസ്സിനോട് പറയണം. ദർ ഈസ് ഓൺലി വൺ വേ, ദാറ്റ് ഈസ് ഒബീഡിയൻസ്. അത് മനസ്സിനോട് പറയണം. ഞാൻ ഈ പ്രത്യേകിച്ച് ഡെലിവറൻസ് ശുശ്രൂഷ ഈ ഫോണിൽ കൂടെയും പേഴ്സണലായിട്ടും അല്ലെങ്കിൽ ആളുകളോട് കണ്ട് സംസാരിക്കുകയും ചെയ്യുമ്പോഴേ പറയുന്നൊരു കാര്യം, നിങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടേ ഇരിക്കണം, ഒബീഡിയൻസ്. ഇത് നമ്മുടെ മനസ്സിലോട് പറഞ്ഞ് നമ്മൾ സമ്മതിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. യു ഷുഡ് ഒബേ ഇറ്റ്. ഒബീഡിയൻസിലാണ് അനോയിൻറ്റിങ് വരുന്നത്. ഈ അനോയിൻറ്റിങ്, ഹോളി സ്പിരിറ്റിൻ്റെ അനോയിൻറ്റിങ് നമ്മുടെ മനസ്സിലെ കോട്ട എന്ന് വെച്ചാൽ പോസിറ്റീവായിട്ടുള്ള സ്ട്രോങ് ഹോൾഡ് ദൈവത്തിൻ്റെ കെട്ടാനായിട്ട് പറ്റുകയും മനസ്സിനെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നത് ബൈ ദ ഒബീഡിയൻസ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിലെ ഒബീഡിയൻസിലാണ് അത് നടക്കുന്നത്. അതുകൊണ്ട് ദൈവവചനത്തിലെ ഒബീഡിയൻസ് നമുക്ക് എത്രയും വരുന്നു അതനുസരിച്ച് നമ്മുടെ മനസ്സിൽ നമ്മുടെ സ്ട്രോങ് ഹോൾഡ് ബിൽഡപ്പ് ചെയ്യുകയാണ്. എല്ലാത്തിനകത്തും ഒരേ മാർഗങ്ങളാണ്. ആത്മാവിൽ പറഞ്ഞത് ഇത് തന്നെയാണ്. ദൈവവചനവും പ്രാർത്ഥനയുമാണ് പറഞ്ഞത്. ഇവിടെ പറയുന്നത് ഇത് തന്നെയാണ്. ദൈവവചനം, ഒബീഡിയൻസ് ടു ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് പ്രെയർ. ഇത് മൂന്നുമാണ് ഇവിടെയും പറയുന്നത്. അല്ലാതെ ഇതിനപ്പുറത്ത് വേറെ ഷോർട്ട് കട്ടുകളൊന്നുമില്ല. സ്പിരിച്വൽ വേൾഡിലുള്ള ദൈവസന്നിധിയിലുള്ള ഷോർട്ട് കട്ടുകൾ ഇതൊക്കെയാണ്. 1 ദൈവവചനം, 2 പ്രാർത്ഥന, 3 ദൈവവചനത്തെ ഒബേ ചെയ്യുക എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങൾ എങ്ങും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഏറ്റവും പ്രധാനപ്പെട്ട 3 സ്റ്റെപ്പുകളാണ്. വട്ട് എവർ തിങ്സ് യു ഡു, ഏതൊക്കെ കാര്യങ്ങൾ ചെയ്താലും ഈ 3 കാര്യങ്ങൾ നമുക്ക് ഏറ്റവും ആവശ്യമാണ്. എന്താണ്? ദൈവവചനം പഠിക്കുക, അതിനകത്ത് നമ്മൾ ഒബേ ചെയ്യുക, അതുപോലെ പ്രാർത്ഥനയിൽ ഉറ്റിരുന്ന് ബലപ്പെടുക. ഇത് നമുക്ക് ആവശ്യമാണ്. അതിൽ ഈ ഒരു കാര്യം ആണ് നമ്മൾ ഈ സ്ട്രോങ് ഹോൾഡ് മനസ്സിൽ ബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, എത്ര സമയം നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്? എത്ര സമയം ദൈവവചനം വായിക്കുന്നുണ്ട്? എത്ര സമയം നിങ്ങൾ അനുസരിക്കുന്നുണ്ട്? വായിച്ചു വിടുന്നു എന്നുള്ളതിനപ്പുറമായിട്ട് അനുസരണത്തിന് എത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? ഞാനത് പറയാനുള്ള കാര്യം, നമ്മളൊരു ഭാഗം വായിക്കുമ്പോഴേ അതിൽ എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലാവണമെങ്കിൽ ഒരു പ്രാവശ്യം വായിച്ചാൽ അത് കിട്ടത്തില്ല. 1, 2, 3 പ്രാവശ്യം വായിക്കുക. പ്രാർത്ഥനയോടുകൂടി 2, 3 പ്രാവശ്യം വായിക്കുമ്പോൾ അതിൻ്റെ മാറ്റർ എന്താണെന്ന് മനസ്സിലാവും. എന്നിട്ട് അതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമ്മൾ പഠിക്കണം.
ഞാൻ നേരത്തെ ഫെയ്ത്ത് സീരീസിനകത്ത് എങ്ങനെയാണ് ബൈബിൾ പഠിക്കേണ്ടത്, ഹൗ ടു സ്റ്റഡി ബൈബിൾ എന്നുള്ളൊരു സീരീസ് ഒരു 5-6 എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പോയിട്ട് ആ ഫെയ്ത്ത് സീരീസ് എടുത്ത് നോക്കണം. ആദ്യത്തെ എപ്പിസോഡുകളാണ്. ഈ മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴേ ആദ്യത്തുള്ള 50-100 എപ്പിസോഡിനകത്താണ് ഈ ഫെയ്ത്തും ബൈബിൾ എങ്ങനെ പഠിക്കണം, ബൈബിൾ എങ്ങനെയാണ് ദൈവവചനമായത് എങ്ങനെ പഠിക്കണമെന്ന് പറയുന്നുണ്ട്. അതിനകത്ത് പഠിക്കുമ്പോഴേ നമ്മൾ ഇങ്ങനെയാണ്, അതിനകത്ത് എന്താണ് എനിക്ക് അനുസരിക്കാനുള്ളതെന്ന് എഴുതി വെക്കണം ഒരു പേപ്പറിനകത്ത്. വാട്ട് ഷുഡ് ഐ ഡു, എന്ത് ചെയ്യണമെന്നുള്ളത് ഈ പറയുന്ന ഇൻസ്ട്രക്ഷനുണ്ട്. അത് അനുസരണം അനുസരണം അനുസരണം, ഒബേ 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 ഒബേ. അത് ചെയ്യുമ്പോഴെന്താ സംഭവിക്കുന്നത്? നമ്മുടെ ദേഹിയിൽ നമ്മൾ ഒരു സ്ട്രോങ് ഹോൾഡ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും പല സ്റ്റെപ്പുകളുണ്ട് നമ്മൾ ഈ സ്ട്രോങ് ഹോൾഡ് ബിൽഡ് ചെയ്യാൻ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാം. നമ്മൾ ഈ മനസ്സിലെ സ്ട്രോങ്, കാരണം ഈ മനസ്സിനെക്കുറിച്ച് ഇത്രയും പറയുന്ന ആത്മാവ് ദൈവമായിട്ട് റിലേറ്റ് ചെയ്താൽ ദൈവം അത് ഇമ്പാർട്ട് ചെയ്തോളും. നമ്മൾ ചില ചെറിയ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. എന്നാൽ മനസ്സങ്ങനെയല്ല. രക്ഷിക്കപ്പെട്ട വിശ്വാസിയും കർത്താവിനെ അറിഞ്ഞ വിശ്വാസിയും മനസ്സിൽ തെറ്റിപ്പോവുകയും മനസ്സിൽ പീഡനം അനുഭവിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇന്ന് സഭയിലുള്ള ഒരുപാട് പേര് മാനസികമായ സമ്മർദ്ദത്തിൽ കൂടി കടന്നുപോയി പീഡനത്തിലും ഡിപ്രഷനിലും രോഗങ്ങളിലും ഇരിക്കുന്ന അനേകം വ്യക്തികളുണ്ട്. ദൈവം എല്ലാം വിടുവിച്ചല്ലേ, എങ്ങനെ ദൈവത്തിന് അറിയത്തില്ല അത് ചെയ്യാൻ? ഇങ്ങനെയൊക്കെ നിങ്ങൾ ചോദിക്കാം. എന്നാൽ അതിൻ്റെ കാരണം ഈ മനസ്സിൽ നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ സ്ട്രോങ് ഹോൾഡ് ബിൽഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ്. ഒരു 10 ഓർഗൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അവിടെ നമുക്ക് സ്ട്രോങ് ഹോൾഡ് ബിൽഡ് ചെയ്യണം. ഹൗ ടു ബിൽഡ് ദ സ്ട്രോങ് ഹോൾഡ് ഇൻ ദ മൈൻഡ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പറയാം. ചുരുക്കമായി ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും അതിനേക്കാൾ ഉപരിയായിട്ട് കുറേ കാര്യങ്ങളൂടെ ഇനി അതിനകത്ത് പറയാനായിട്ടുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചിന്തിക്കാം. ഇന്നത്തെ ചിന്തകൾ നമുക്ക് പ്രയോജനമായി എന്ന് വിചാരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ മനസ്സിലെ കോട്ടകൾ സ്ട്രോങ് ഹോൾഡ് കെട്ടുവാൻ ആത്മാവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ കോൺഷ്യൻസ് ലെവലിലൊക്കെ ആത്മാവ് കോട്ടകളെ കെട്ടുമ്പോഴേ മനസ്സിലെ ഞങ്ങളുടെ ചിന്തകളിൽ, ഞങ്ങളുടെ ബുദ്ധിയിൽ, അതുപോലെ കർത്താവെ ഞങ്ങളുടെ ഇമാജിനേഷൻസിലെ, ഞങ്ങളുടെ കോൺഷ്യസ് മൈൻഡിലെ, കർത്താവെ ഞങ്ങളുടെ വില്ലിലെ, ഞങ്ങളുടെ ഇമോഷൻസിലെല്ലാം തന്നെ സ്ട്രോങ് ഹോൾഡ് കെട്ടുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ എല്ലാം ധൈര്യം വരുവാൻ സഹായിക്കണമേ. ഇന്ന് എന്നെ കാണുന്ന ചിലർ വലിയ ഡിപ്രഷനിൽ കൂടി കടന്നു പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ ഡിപ്രഷനിൽ നിന്ന് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില ആളുകളുടെ ജീവിതങ്ങളിലൊക്കെ എന്തൊക്കെയോ കണ്ട് പേടിച്ച് ജീവിതത്തെ തന്നെ പേടിച്ചിരിക്കുന്നു. അത് ഇപ്പോൾ പറയുന്നതല്ല, പിന്നെ പറയുന്ന മാറ്റിയും തിരിച്ചും പറയുന്ന അനുഭവങ്ങൾ, എല്ലാ രീതിയിലും ഡിപ്രസ്ഡായി സാഡായിട്ട് വീട്ടിലിരിക്കുന്ന അനുഭവങ്ങൾ, യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഇമാജിനേഷൻസിലെ തോട്ട്സിലെല്ലാം യേശുവിൻ്റെ രക്തം തളിച്ച് ഞങ്ങളെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു. ഇമ്പോസിബിളായിട്ട് മനുഷ്യനൊന്നുമില്ല, എല്ലാം പോസിബിളാണ്. അതുകൊണ്ട് കർത്താവ് ഈ ഇമോഷൻസ്, അവരുടെ പേഴ്സണാലിറ്റീസിലെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുകയും അവരെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാനസികമായിട്ടുള്ള മുറിവുകൾ, ക്ഷമിക്കാൻ വയ്യാത്ത പാപങ്ങൾ ഒക്കെ കർത്താവെ ഉള്ളിൽ കടന്ന് ഞെരുങ്ങുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് അതിൽ നിന്നെല്ലാം ഒരു റിലീസ് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെ ദൈവം വിടുവിക്കുന്ന ഓർത്ത് സ്തോത്രം, അനുഗ്രഹിക്കുന്ന സ്തോത്രം കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ, ആമേൻ. നമ്മളിന്ന് ചിന്തിച്ച കാര്യം ദേഹിയുടെ ഓർഗൻസിനെ കുറിച്ചാണ് ചിന്തിച്ചത്. നമുക്ക് തുടർമാനമായിട്ട് ഇനി ചിന്തിക്കാം, ഇതിനകത്ത് എങ്ങനെയാണ് നമ്മൾ കോട്ടകൾ കെട്ടുന്നത്. നെക്സ്റ്റ് എപ്പിസോഡ് ചിന്തിക്കാം. നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ വിളിക്കുകയോ പ്രാർത്ഥിക്കാനുള്ള പ്രയർ റിക്വസ്റ്റ് വിളിക്കാവുന്നതാണ്, ആ നമ്പറിൽ വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൗൺസിലിംഗ് അല്ല പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് അഡ്രസ്സുണ്ട്, അഡ്രസ്സിൽ ഇവിടെ ഉള്ളവർക്ക് നേരിട്ട് വിസിറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ വിളിച്ചിട്ട് അപ്പോയിൻറ്റ്മെൻറ്റ് ഫിക്സ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇത് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.